നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ ബാഴ്സലോണ ചില അഡീഷൻസ് വരുത്തുമെന്ന കാര്യം ഉറപ്പാണ്. പ്രത്യേകിച്ച് സ്ട്രൈക്കർ സ്ഥാനത്ത് ലെവൻഡോസ്കി പോകാനുള്ള എല്ലാ സാധ്യതയുമുണ്ട്. സോ പകരം ആൾ വേണം. അതുപോലെ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് അവർ താരത്തെ നോക്കുന്നു. ഇപ്പോൾ സ്പാനിഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന വിവരങ്ങൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. പ്രധാനമായും 4 താരങ്ങളെയാണ് അവർ ടാർഗറ്റ് ചെയ്യുന്നത്. 2 താരങ്ങളാണ് അവരുടെ ടോപ്പ് ടാർഗറ്റ് എന്ന് പറയുന്നത്. ബാക്കി 2 താരങ്ങൾ ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ്സ് ആയിട്ട് അവർ കാണുന്നതാണ്. സോ വ്യത്യസ്ത സോഴ്സുകൾ പറയുന്നത് ഏറ്റവും പ്രധാനമായിട്ട് അവർ സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് നോക്കുന്നത് അലസാൻഡ്രോ ബസ്റ്റോണിയെയാണ്. പക്ഷേ ഒട്ടും എളുപ്പമല്ല. 26-കാരനായിട്ടുള്ള സെൻട്രൽ ബാക്കിനെ ടീമിലേക്ക് എത്തിക്കാൻ 80 മില്യൺ യൂറോയാണ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കുന്നത്. സോ വലിയ തുക കൊടുത്തിട്ട് വേണം അദ്ദേഹത്തെ എത്തിക്കാൻ. എന്നാൽ ബാഴ്സ ഇപ്പോൾ ടാർഗറ്റ് ചെയ്യുന്ന ടോപ്പ് ടാർഗറ്റുകളിൽ ഒരാൾ അലസാൻഡ്രോ ബസ്റ്റോണിയാണ് എന്നാണ് സ്പാനിഷ് മാധ്യമങ്ങളുടെ റിപ്പോർട്ട്. എന്നാൽ അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിലോ ഒരു ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ് ബാഴ്സലോണ ഇപ്പോഴേ കണ്ടെത്തിയിട്ട് മറ്റാരുമല്ല, മാർക്കോസ് സെൻസി. സെൻട്രൽ ബാക്കാണ്, 28-കാരനായിട്ടുള്ള താരമാണ്. ഫ്രീ ട്രാൻസ്ഫറിൽ എത്തിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് ബാഴ്സലോണക്കുള്ളത്. സോ 2-ൽ ഒരാളെ ബാഴ്സലോണ വരുന്ന സമ്മറിൽ എത്തിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി മുന്നേറ്റത്തിലേക്ക് നമ്മൾ പറഞ്ഞല്ലോ, ലെവൻഡോസ്കി പോവുകയാണെങ്കിൽ മികച്ച സ്ട്രൈക്കർ വേണ്ടതുണ്ട്. സോ ഹൂലിയൻ ആൽവരസ് തന്നെയാണ് ബാഴ്സലോണയുടെ ടോപ്പ് പ്രയോറിറ്റി. ടോപ്പ് ടാർഗറ്റ് ഹൂലിയൻ ആൽവരസ് ആണ്. 26 വയസ്സാണ് അർജന്റീനക്കാരനായിട്ടുള്ള സ്ട്രൈക്കർക്കുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ ആണ് ബാഴ്സലോണയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. 100 മില്യൺ യൂറോയാണ് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കണക്കാക്കിയിട്ടുള്ളത്. മാഞ്ചസ്റ്റർ സിറ്റിയിൽ നിന്ന് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ താരത്തിന് പിന്നീട് കിരീടങ്ങളൊന്നും നേടാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ കോപ്പ ഡെൽ റേ ഫൈനലിലെത്തി നിൽപ്പാണ്. കിരീടം കൊണ്ടുപോകുമോ കാത്തിരുന്ന് കാണണം. എന്നാൽ ബാഴ്സലോണയിലേക്ക് എത്തിയാൽ കൂടുതൽ കിരീട സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. താരത്തിനും ഈ ട്രാൻസ്ഫറിൽ താല്പര്യമുണ്ടാകും എന്നാണ് പൊതുവെ ഫുട്ബോൾ ലോകം നിരീക്ഷിക്കുന്നത്. ഇനി അദ്ദേഹത്തിന് ലഭിച്ചില്ലെങ്കിലോ ഡ്യൂസൻ വ്ളഹോവിച്ചിനെ, 26-കാരനായിട്ടുള്ള മറ്റൊരു സ്ട്രൈക്കർ ഡ്യൂസൻ വ്ളഹോവിച്ചിനെ ബാഴ്സ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിന് ലഭിക്കുകയാണെങ്കിൽ ഫ്രീ ട്രാൻസ്ഫറിലായിരിക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. സോ മെയിൻ ടാർഗറ്റ് ഹൂലിയൻ ആൽവരസ് ആണ്. ഡ്യൂസൻ വ്ളഹോവിച്ച് ലോ കോസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആണ്. അപ്പോൾ സംഗതി വളരെ വ്യക്തമാണ്. സെൻട്രൽ ബാക്ക് പൊസിഷനിലേക്ക് അലസാൻഡ്രോ ബസ്റ്റോണി, അദ്ദേഹമാണ് ടോപ്പ് ടാർഗറ്റ്. മാർക്കോസ് സെൻസി ബാക്കപ്പ് ഓപ്ഷനാണ്. സ്ട്രൈക്കർ സ്ഥാനത്തേക്ക് ഹൂലിയൻ ആൽവരസ് ആണ് മെയിൻ ടാർഗറ്റ്. ഡ്യൂസൻ വ്ളഹോവിച്ച് ബാക്കപ്പ് ഓപ്ഷനാണ്. ഏതായാലും ഇനിയും ഒരുപാട് വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടൊക്കെ പുറത്തേക്ക് വരാനുണ്ട്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോ ആകുന്നതേ ഉള്ളൂ. അപ്പോഴേക്കും കൂടുതൽ ചിത്രങ്ങൾ വ്യക്തമാവുമെന്ന് തന്നെ കരുതാം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.